സമകാലികത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടർ നിലാർ മുഹമ്മദ് MBBS ആണ്. അദ്ദേഹം കുട്ടികളുടെ ഡോക്ടർ കൂടി ആയതുകൊണ്ട് തന്നെ ശ്രോതാക്കൾക്ക് കൂടുതൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പെരിന്തൽമണ്ണ ARMC ഏജിസ് ഹോസ്പിറ്റലിലെ MD ആണ്. അതുപോലെ തന്നെ ആമിന ഹോസ്പിറ്റലും അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോക്ടറിലേക്ക് നേരിട്ട് പോകാം. ഡോക്ടർ ആദ്യം പരിചയപ്പെട്ടുകൊണ്ട് തുടങ്ങാം. ഡോക്ടർ അസ്സലാമു അലൈക്കും. പീസ് റേഡിയോ സമകാലികം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഡോക്ടർ ഒന്ന് ഫസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടും തുടങ്ങാൻ തോന്നുന്നു. ഞാൻ ഡോക്ടർ നിലാർ മുഹമ്മദ്. എൻ്റെ സ്വദേശം തൃശ്ശൂരാണെങ്കിലും ഞാൻ ഏകദേശം 30 വർഷത്തോളമായിട്ട് പെരിന്തൽമണ്ണയിലാണ് താമസം. പെരിന്തൽമണ്ണയിൽ 30 വർഷമായിട്ടുണ്ട്. നമ്മൾ സൽഫി പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഏറ്റവും അടുത്ത വീട് എൻ്റെതാണ്. മക്കൾ 3 പേരാണ്. 2 പേര് പെൺകുട്ടികളാണ്. 2 പേരും മെഡിസിൻ പഠിക്കുന്നു. ശരി. ഈ അടുത്ത ദിവസം മൂത്ത ആളെ കല്യാണം കഴിഞ്ഞു. ഇപ്പം 3ാമത്തെ മകനാണ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. ഞാൻ ഇവിടെ 28 വർഷമായിട്ട് പെരിന്തൽമണ്ണയിൽ പീഡിയാട്രീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. ശരി. അപ്പോൾ ഒരു മലപ്പുറത്തുകാരനായിട്ടുണ്ട്. മലപ്പുറത്തുകാരനായി മുഴുവൻ മലപ്പുറത്ത് തന്നെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ സൺഡേയും എല്ലാ ഞായറാഴ്ചയും നാട്ടിൽ പോകും. വാപ്പയും അമ്മയും അവിടെ ഉള്ളതുകൊണ്ട് എല്ലാ സൺഡേയും രാവിലെ പോയിട്ട് മൺഡേ രാവിലെ തിരിച്ചു വരുന്ന രീതിയിലാണ് യാത്ര. അതുകൊണ്ട് നാട്ടിലുള്ള കണക്ഷൻ ഇതുവരെ വിട്ടിട്ട് അതല്ല, സ്വന്തം കൂട് അവനവൻ്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത തന്നെയാണ്. അതെ അതെ അതെ. പലപ്പോഴും പല ആൾ ഞങ്ങൾ അങ്ങനെ ചോദിക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല ആളുകളും നാട്ടിൽ നിന്ന് ഇപ്പോൾ നാട്ടിൽക്കാരുണ്ടല്ലോ അങ്ങനെ പറയാറില്ല. നമ്മൾ മലപ്പുറത്ത് വന്നു കൂടിയാൽ ഞങ്ങൾ മലപ്പുറം അങ്ങോട്ട് സെറ്റായി എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അതൊരു വൈകാരിക ബന്ധം കൂടിയാണ് നാട് എന്നുള്ളത് വിട്ടുപോരേണ്ടതില്ല. ഉമ്മയും വാപ്പയൊക്കെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായതുകൊണ്ട് എന്തായാലും സമകാലികം പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കളോടൊപ്പം ചേരുന്നതിന് വേണ്ടി ഡോക്ടറെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, പിന്നെ നമ്മളിപ്പോൾ സാറ് പീഡിയാട്രിക് മേഖലയിലേക്ക് വന്നതിൻ്റെ അത് പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിലുള്ളൊരു പ്രേരണ എന്തായിരുന്നു? അല്ല, പണ്ട് പോലെ എനിക്ക് കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ തുടക്കകാലത്ത് തന്നെ നമ്മൾ പഠിപ്പിൻ്റെ തുടക്കകാലത്ത് തന്നെ ഡോക്ടറാവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഏകദേശം അന്ന് പ്രീ ഡിഗ്രിയാണ്, +2 അല്ല. അതിന് ശേഷം നമ്മൾ ഡോക്ടറായതിന് ശേഷം നമ്മൾ പീഡിയാട്രിക് വാർഡിലൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെയൊക്കെ കൂടെ നമുക്ക് MBBSലും നമുക്ക് പീഡിയാട്രിക് വാർഡിൽ ഏകദേശം ഒരു 1.5 മാസത്തോളമുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ കുട്ടികളുടെ സ്നേഹവും അവരുടെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് കൂടെ ജോലി എന്നുള്ള താല്പര്യം തോന്നി. അതുകൊണ്ട് തന്നെ പീഡിയാട്രിക്സ് എടുത്ത് MBBSന് ശേഷം. മാത്രമല്ല ഈ കുട്ടികളാകുമ്പോൾ രക്ഷിതാക്കളുടെ ആ ഒരു ഒരുപാട് ഉണ്ട്. രക്ഷിതാക്കളുടെ പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള അടുപ്പവും പിന്നെ നമുക്ക് കുട്ടികളോടുള്ള കൺസേൺ പോലെ തന്നെ അവർക്കും ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് കുട്ടികളുണ്ടാകുന്ന ഒരു അടുപ്പം കാണുമ്പോൾ നമുക്കും അവരുടെ കൂടെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവരുമായിട്ട് പ്രവർത്തിക്കണം തോന്നിയേണ്ട അടിസ്ഥാനത്തിലാണ് ഞാൻ പീഡിയാട്രിക്സ് എടുത്തത് തന്നെ. ഈ പീഡിയാട്രിക്സ് അതിൻ്റെ പുറമെ പിന്നെ നൈനറ്റോളജിസ്റ്റ്, അതെ, ഏറ്റവും അതായത് നവജാത ശിശു വിഭാഗം തന്നെ. അതായത് പ്രസവിച്ച 1 മാസത്തിനുള്ളിലുള്ള കുട്ടികളുടെ പ്രത്യേക ഇതാണ് നിയോനേറ്റോളജി എന്ന് പറയുന്നത്. അതിപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ആ സ്പെഷ്യലൈസേഷൻ വന്നത്. നേരത്തെ തന്നെ പീഡിയാട്രിഷ്യൻസ് തന്നെ ആയിരുന്നു ഭാഗമായിരുന്നു. മൊത്തം കുട്ടികളുടെ ഡോക്ടർ എന്നുള്ളത് പറഞ്ഞത്. അതെ അതെ അതെ. ഈ കുട്ടികൾ പൊതുവായി അനുഭവിക്കുന്ന ഡോക്ടറുടെ ഈ ഒരു ഇതിൽ പൊതുവായി കാണുന്ന ചെറിയ കുട്ടികളുടെ നമുക്ക് ആദ്യം കൊണ്ട് നവജാത ശിശുക്കൾ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ 2 പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, പത്തോളജിക്കൽ പ്രോബ്ലം. അത് ഫിസിക്കലായിട്ടുണ്ടെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് കുട്ടികളിൽ അത് സാധാരണ എല്ലാ കുട്ടികളായിട്ടും കാണും. പക്ഷേ മാതാപിതാക്കൾക്ക് വളരെ കൺസേൺഡ് ആക്കുന്ന കുറേ അസുഖങ്ങളുണ്ട്. അത് സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്നതാണ്. അത് നാച്ചുറലി ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് മാറിപ്പോകുന്ന കുറേ അസുഖങ്ങളുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര ബേജാറൊക്കെ ഉണ്ടാവും. കാരണം കുട്ടികളുടെ മേലെ ഉണ്ടാകുന്ന ചില ഇങ്ങനെ പൊള്ളച്ച് വരുന്ന ചെറിയ റെഡ് ചുവന്ന, അത് നമ്മൾ ഈ മണൽ പൊന്തം എന്നൊക്കെ പറയും കുട്ടികൾ. പക്ഷെ ആക്ച്വലി അത് സാധാരണ ഒരു നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണത്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. അവർ നമ്മളെ അഷ്വറൻസ്, അതായത് മാതാപിതാക്കൾ ഇത് 4 ദിവസം കഴിഞ്ഞാൽ മാറും എന്നൊരു അഷ്വറൻസ് കൊടുത്താൽ തന്നെ ആ അസുഖങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മാറിപ്പോകും. വരുമ്പോഴേക്ക് മരുന്ന് കൊടുക്കേണ്ടതില്ല. ഇല്ല. പക്ഷെ അത് കാണുമ്പോൾ മാതാപിതാക്കൾക്ക് കാണിക്കണം എന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ വയറിളകി പോകുന്ന ദിവസം ചില കുട്ടികൾക്ക്
5-10 പ്രാവശ്യമൊക്കെ ദിവസത്തിൽ ഇങ്ങനെ വയറ്റിൽ നിന്ന് ഇളകി പോകും. ചിലർക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതൊരു നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ട് കണ്ടാൽ മതി. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. നമ്മൾ വന്നാൽ തന്നെ അവർക്കൊരു അഷുറൻസ് കൊടുക്കും മാതാപിതാക്കൾ, അതിങ്ങനെയാണ്, കുഴപ്പമില്ല, അത് ഒരാഴ്ച കൊണ്ട് അത് മാറിപ്പോവും, നിങ്ങൾ ബേജാറാവണ്ട എന്നുള്ള രീതിയിൽ അഷുറൻസ് മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റ് വേണ്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഈ കരച്ചിലാണ്, എക്സസീവ് ക്രൈ. പ്രസവിച്ച് പോലെ തന്നെ വൈകുന്നേരങ്ങളിലായ കരച്ചിൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടുമല്ല, നേരത്തെ തന്നെ അങ്ങനെയാണ്, പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവരക്ഷ എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഒരുപാട് ആയുർവേദ മരുന്നുകൾ കഴിക്കുക എന്നുള്ളത് അതൊരു പണ്ട് പോലെയുള്ള ഒരു ശീലമാണ്. ഒരുപാട് അരിഷ്ടങ്ങളും വീട്ടിലുണ്ടാക്കുന്ന ലേഹ്യങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് കുട്ടികൾക്ക്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഈ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമ്മമാരിത് ആ ഒരു രീതിയിൽ പോകുമ്പോൾ കുട്ടീനെ അത് ബാധിക്കും. അതെ, അതായത് അമ്മമാരത് കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കൂടെ മുലപ്പാലിലൂടെ കുട്ടികളിലേക്ക് വന്നുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അതിൽ ഏറ്റവും ഒന്നാണ് അബ്ഡോമിനൽ കോളിക് എന്ന് പറയും, അല്ലെങ്കിൽ ഈ വയറുവേദന ഉണ്ടാകുന്നത്. അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം പലപ്പോഴും ഒരുവിധം ഇപ്പോൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും പണ്ടൊക്കെ ഒരു 90% അമ്മമാരും ഈ ആയുർവേദ മരുന്നുകളും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ട് കഴിച്ചിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഈ വയറിന് സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സ്തംഭനം ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ എക്സസീവ് ക്രൈ. അതെ, പ്രത്യേകിച്ച് പണ്ടുള്ള അമ്മമാരിൽ നിന്ന് ഇന്നത്തെ ഒരു തലമുറക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജങ്ക് ഫുഡുകളും കാര്യങ്ങളും കഴിച്ച് പിന്നീട് പ്രത്യേകിച്ച് പ്രസവ രക്ഷാമരുന്നുകൾ എന്ന് പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് പ്രസവവുമായി ബന്ധപ്പെട്ട ആ ദിവസം വരുമ്പോഴേക്ക് പിന്നെ ഇടപെടുന്ന കുറച്ച് ആളുകളുണ്ട്. അതായത് ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ കുറേ ഈ ലേഹിയായിട്ടും അരിഷ്ടായിട്ടും പിന്നെ കുറേ സംഭവങ്ങൾ. അപ്പോൾ പെട്ടെന്ന് അവരുടെ ശാരീരിക അല്ലെങ്കിൽ ഭക്ഷണ ക്രമത്തിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. അത് കുട്ടികൾക്ക് ശരിക്കും ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പിന്നീട് നമ്മൾ കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന, അതെ, പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു വൈകുന്നേരങ്ങളിലാണ് ഈ വേദന വരിക. പകല് സാധാരണ യൂഷ്വലി ഈ കുട്ടികളുടെ ഈ ന്യൂ ബോൺസ്, പ്രത്യേകിച്ച് നവജാത ശിശുക്കളുടെ ഇതെന്നനുസരിച്ച് അവർ പകല് മുഴുവൻ കിടന്നുറങ്ങും. രാവിലെ മുതൽ സുബൈ മുതൽ വൈകുന്നേരം മുതലായിരിക്കും പിന്നെ മഗ്രിബ് വരെ ഒരു കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. മഗ്രിബിന് ശേഷമാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കരച്ചിലൊക്കെ ഉണ്ടാകുന്നത് രാത്രിയിലാണ്. രാത്രിയാകുമ്പോൾ ഒരു 12 മണിയൊക്കെ എടുത്ത് ഓടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. കാരണം ഭയങ്കര കരച്ചിലായിരിക്കും. അത് എടുത്താലും മാറില്ല, പാല് കൊടുത്താലും കുറയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലിട്ടാലും പോകും. എന്താണെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് കുട്ടികളാകുമ്പോൾ എന്താണെന്നുള്ള ആർക്കും പറയാൻ പറ്റില്ല. എന്താണ് ഈ കരച്ചിലിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ എക്സസീവ് ക്രൈ. അതിൻ്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ പാല് കുറവുണ്ടായിരിക്കുക. പ്രത്യേകിച്ച് ഇത് എങ്ങനെയാണ് പാല് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ചിലപ്പോൾ ഈ ഉമ്മമാർക്കെല്ലാം ഇപ്പോൾ അറിയാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പാല് കുറവാണെന്നുള്ളത്. അപ്പോൾ അതിൽ 1-2 കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി നല്ല കുട്ടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പാല് കിട്ടുന്ന 1-2 കാര്യങ്ങൾ, കുട്ടിയെ മൂത്രം ഒഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും. അപ്പം നമുക്കറിയാം കുട്ടിക്ക് നല്ല പാല് കിട്ടുന്നുണ്ടെന്നുള്ളത്. അതേമാതിരി ഒരു ഭാഗത്ത് പാല് കൊടുക്കും, മറ്റേ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഡ്രിബ്ലിംഗ് ഉണ്ടാവും, അതായത് മറ്റേ ബ്രസ്റ്റിൽ നിന്നും കുറേശ്ശെ പാലിങ്ങനെ ഒഴുകി വരും. അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുട്ടിക്ക് ആക്ച്വലി നല്ല പാല് കിട്ടുന്നുണ്ടെന്ന്. അതൊരു റീസണാണ് കരച്ചിലിൻ്റെ. മറ്റൊരു റീസൺ എന്ന് പറഞ്ഞത് കുട്ടിക്ക് എന്തെങ്കിലും നനവുണ്ടെങ്കിൽ, ഇപ്പോൾ മൂത്രമൊഴിച്ചോടെ തന്നെ കിടക്കുമ്പോൾ മൂത്രമൊഴിച്ച് നമ്മൾ നാപ്പി മാറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇടുന്ന തുണി മാറ്റിയില്ലെങ്കിലും കുട്ടിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവും, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കാര്യം കരച്ചിലാണ് കുട്ടികൾക്കിടെ, ന്യൂ ബോണിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്നത്. മറ്റൊന്ന്, കുട്ടിക്ക് ഇപ്പോൾ നമുക്കറിയാം കുട്ടിക്ക് ഒരു സോഷ്യൽ അറ്റാച്ച്മെൻ്റ് ഇല്ല. അതായത് കുട്ടി താഴത്ത് കിടത്തിയ കാര്യം നമ്മൾ എടുത്താൽ കരയില്ല. ആക്ച്വലി ഒന്നും മനസ്സിലാവാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ലെങ്കിലും അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ ആ കരച്ചിൽ കുറയത്. അമ്മയായിട്ടുള്ള അതെ 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 ഒറ്റയ്ക്ക് കൊടുക്കും, ലോൺലി ആയിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഒന്ന് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കണം. അതെ 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 അതൊരു പറയുന്ന നമ്മളെടുത്തൊക്കെ വരുന്ന പാരൻസ് പറയുന്ന റീസൺ കുട്ടിയെ തീരെ താഴെ വെക്കാൻ പറ്റില്ല, എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നുള്ളത്. കുട്ടികൾ കരയുന്നതെല്ലാം രോഗം കൊണ്ടല്ല, അല്ല ഒരിക്കലും അല്ലത്. അല്ല സാർ, ഇതിലേ ഈ എടുത്തുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ ചില കുട്ടികളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാകുന്നില്ലല്ലോ, അതിലെന്തോ ഉണ്ടോ? ചില കുട്ടികൾക്ക് എപ്പോഴും ആ ഒരു അറ്റാച്ച്മെന്റ് വേണം, പക്ഷെ അത് ജനറ്റിക്കലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഡിപ്പെൻസ്, ഓരോരുത്തർ കുട്ടികളനുസരിച്ചിട്ടിരിക്കും. എല്ലാ കുട്ടികളും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അതെ അതെ ചിലർ എപ്പോഴും കുട്ടികൾ അടുത്തിരിക്കും, ചിലർ കുട്ടികൾ എടുക്കുന്ന ഇഷ്ടമായിരിക്കില്ല, അവർക്കൊരു ലോൺലി ആയിട്ട് കിടക്കും, എത്ര സമയം അവൻ കിടന്നോളൂ, കുഴപ്പമില്ല എന്ന് പറയും. അതെ അതെ അതെ. സാർ, ഒരു ചെറിയൊരു ചോദ്യം ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ ശക്തമായ പനി വരുമ്പോൾ എന്താണ് ഫിക്സ് ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫിറ്റ്സും ഉണ്ട്. അതായത് അപസ്മാരം എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പറയുന്നത് വെച്ചാൽ, യൂഷ്വലി ഈ 6 മാസം മുതൽ
6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ പനിയോട് സംബന്ധിച്ചിട്ടുള്ള ഫിറ്റ്സ്, ഫെബ്രൈൽ ഫിറ്റ്സ് എന്ന് പറയും. അതിനുശേഷം ഉണ്ടാവുന്നത് പനിയോടുകൂടെ നമുക്ക് ഫിറ്റ്സ് വരാം, പനിയില്ലാതെയും ഫിറ്റ്സ് വരാം. ചില കുട്ടികൾക്ക് ഈ പനി ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ ബ്രെയിനിലൊരു ടോളറേറ്റിംഗ് ഒരു ഇത് ലെവലുണ്ട്. ആ ലെവലിൽ വിട്ടാൽ പിന്നെ ഈ പനി നമുക്ക് ഈ കുട്ടികൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ടോളറൻസ് ലെവൽ കഴിഞ്ഞാൽ പിന്നെ അത് ഫിറ്റ്സ് ആയിട്ട് മാറും. അത് ആ ഫിറ്റ്സ് വന്നാൽ യൂഷ്വലി ഈ ഫിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയ പനിക്കും ഉണ്ടാവും, ചിലപ്പോൾ വലിയ പനിക്കും ഉണ്ടാവും. അത് ഓരോ അനുസരിച്ചിട്ടാണ് ആ പനി വരുന്നതും ആ ഫിറ്റ്സ് വരുന്നതൊക്കെ. യൂഷ്വലി നമ്മളെ വീട്ടിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് ഓടേണ്ട സിറ്റുവേഷനിലോട്ട് വരും ഫിറ്റ്സ് വരുമ്പോൾ. അപ്പോൾ വീട്ടിൽ നമുക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം ഒന്ന് പനി കുറക്കുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും പനി കുറക്കുക എന്നുള്ളത്. പനി കുറക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ? അത് മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ വെള്ളം മുക്കി തുടച്ചു കൊടുക്കും മേല്. കുട്ടി ഇപ്പോൾ വല്ല ടൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത്, അല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ മാറ്റി കൊടുത്തിട്ട് ഫ്രീ ആയി കിടത്തിക്കൊണ്ട് ചെരിച്ച് കിടത്തിക്കൊണ്ട് കുട്ടിയെ വെള്ളം മുക്കി തുടക്കും. സാധാരണ നല്ല തണുത്ത വെള്ളമല്ല, സാധാരണ ടാപ്പ് വാട്ടർ വെള്ളം കൊണ്ട് നല്ല വെള്ളം മുക്കിയിട്ട് നല്ല തുടച്ചു കൊടുക്കുക. നമ്മൾ പനി അങ്ങനെ നമുക്ക് പെട്ടെന്ന് കുറക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വായിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും ഫിറ്റ്സ് വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആസ്പിറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് തരിപ്പിൽ പോകാന്ന് പറഞ്ഞാൽ ലങ്സിലോട്ട് ഇറങ്ങാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ വായിലുള്ള സാധനങ്ങളൊക്കെ മാറ്റിയെടുത്ത് വിരലുകൊണ്ടോ അല്ലെങ്കിൽ എന്താ ഉപയോഗിച്ചിട്ട് മാറ്റിയിട്ട് ഫ്രീ ആയിട്ട് കിടത്തുക കുട്ടി. അതേമാതിരി ഇറുക്കി പിടിക്കുക. അല്ലെങ്കിൽ ഈ ഫിറ്റ്സ് ചിലർ ഇങ്ങനെ ഫിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യും കാലൊക്കെ പിടിച്ചാൽ അതൊന്നും പാടില്ല, ഒരിക്കലും ചെയ്ത് നമ്മൾ കുലുക്കാൻ പാടില്ല, ഒന്നും ചെയ്ത് ഫിറ്റ്സ് ഫ്രീ ആയിട്ട് കിടക്കുക. മിക്കവാറും നാച്ചുറലി അത് ഒരു വിത്തിൻ 5 or 10 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ അത് നമ്മൾ വെള്ളം തുടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കുറഞ്ഞു വരാൻ സാധ്യത ഉണ്ട്. നമ്മൾ നോക്കിയിട്ടൊന്നിട്ട് കുറയുന്നില്ലെങ്കിൽ എന്തായാലും നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഒരു 5 മിനിറ്റൊക്കെ നോക്കിയിട്ടും ഈ ഫിറ്റ്സ് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അതിന് വേണ്ട ചികിത്സ ചെയ്യണം. ഇതിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഘടകമുണ്ടോ? പാരമ്പര്യമായിട്ട് ഫിറ്റ്സിന് ഘടകമുണ്ട്. പക്ഷേ ഫെബ്രൈൽ ഫിറ്റ്സിനും ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. ഈ ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പനിയല്ലാതെ തന്നെ നമുക്ക് ഫിറ്റ്സ് ഉണ്ടാവും. ഈ പനിയോടുണ്ടാകുന്ന നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ലാത്ത ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 6 മാസം മുതൽ 6 വയസ്സ് വരെ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം വരുന്ന ഫിറ്റ്സിനൊക്കെ അല്ലെങ്കിൽ അതിന് മുന്നേ വരുന്ന ഫിറ്റ്സിനൊക്കെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. ഈ പനിയോട് ഉണ്ടാകുന്ന 3 ഉണ്ടാകുന്ന ഫിറ്റ്സ് മിക്കവാറും ഒരു 3 മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 6 മാസത്തിൽ ഒരിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. ഫ്രീക്വൻസി ഉണ്ടാവില്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റ് വേണ്ട, അതായത് തുടർച്ചയായിട്ട് ചികിത്സ വേണ്ട ഫിറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ മാസത്തിൽ 2-3 പ്രാവശ്യം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഫിറ്റ്സ്, അതായത് 10 മിനിറ്റിൽ കൂടുതലൊക്കെ നീണ്ടു നിൽക്കുന്ന ഫിറ്റ്സ്, അതുപോലെ തന്നെ ഇടയ്ക്ക് തുടർച്ചയായിട്ടുണ്ടാകുന്ന ഫിറ്റ്സിനൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചികിത്സ കൊടുക്കണം. മറ്റേ നമുക്ക് അതിന് ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പനി വരുമ്പോൾ തന്നെ നമ്മൾ അതിന് കറി ചെയ്താൽ മതി. പനി എങ്ങനെയും കുറക്കാൻ നോക്കുക, വെള്ളം മുക്കി തുടച്ചുകൊണ്ട് പനി കുറക്കാൻ നോക്കുക. യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില കൈക്രിയകൾ കൊണ്ട് തുടക്കുക, വെള്ളം മുക്കി തുടക്കുക ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇടക്കിടക്ക് ഉണ്ടാവുകയോ അത് നീണ്ടു നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ചികിത്സ ആവശ്യമുണ്ട് എന്നതാണ്. അതുപോലെ സാറേ, പിന്നെ നമ്മൾ കുട്ടികളുടെ ഈ ഭക്ഷണത്തിൽ പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഭയങ്കര ആവലാതി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഭക്ഷണക്രമം. അപ്പോൾ കുട്ടി നന്നായി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണം, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല സാറേ, ഡോക്ടറെ അടുത്ത് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ശരിക്കും എന്താണ് ഈ കുട്ടിയുടെ ഭക്ഷണക്രമം, എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മൾ ചില മാതാപിതാക്കൾ നമ്മളെ അടുത്ത് വന്നിട്ട് പറയും, കുട്ടി ഇന്നൊരു സാധനം കഴിച്ചിട്ടില്ല എന്ന് പറയും. രാവിലെ വൈകുന്നേരമൊക്കെ വന്നിട്ട് പറയും ഇന്നൊരു സാധനം കഴിച്ചിട്ടില്ല എന്ന് പറയും. ഞാൻ ചോദിച്ചാൽ രാവിലെ എന്താ കഴിച്ചിട്ടുണ്ടല്ലോ? രാവിലെ 2 ബിസ്ക്കറ്റ് കഴിച്ചുള്ളൂ എന്ന് പറയും. പിന്നെ അതിനുശേഷം അവന് കുറേ ചോക്ലേറ്റ് കഴിച്ചെന്ന് പറയും. അപ്പോൾ ഉച്ചക്കൊന്നും കഴിച്ചില്ല, ഉച്ചക്ക് അവനൊരു ബർഗറേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ പല പാരൻസിൻ്റെയും ചിന്താഗതി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് എന്നുള്ളതാണ്. വയറ് ചോറ്, അതാണ് ഭക്ഷണ രീതി. അപ്പോൾ ഇവർ ഈ ഇടക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊന്നും കണക്കിൽ പെടില്ല. ഈ കുട്ടി ഇടക്ക് കഴിക്കുന്നതൊന്നും കണക്കിൽ പെടില്ല. കുട്ടിക്ക് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചോയ്സും അല്ലെങ്കിൽ നമ്മളെ ടേസ്റ്റും കുട്ടികളുടെ ടേസ്റ്റും വ്യത്യാസമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണങ്ങൾ കുട്ടികൾ കഴിച്ചോളുന്നില്ല. അവർ വിശപ്പിനുള്ള സാധനങ്ങൾ അവർ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അതൊന്നും കണക്കിൽപ്പെടില്ല. ഈ പാരൻസ് എന്താണോ കുട്ടി കഴിക്കേണ്ട ഉദ്ദേശിക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണമായിട്ട് അവർ കണക്കാക്കും. ശരിയാണ്. അപ്പോൾ ഈ 10 രൂപയുടെ ഒരു പാക്ക് അല്ലെങ്കിൽ 20 രൂപയുടെ ഒരു പാക്ക് ക്രീം ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടാവും രാവിലെ. പിന്നെ ആ സമയത്ത് പിന്നെ അവൻ്റെ കലോറി ആവശ്യം, അതെ, അവനുള്ള അന്നത്തെ കലോറി അതിൽ കിട്ടി, പിന്നെ ആവശ്യം വരുന്നില്ല. പിന്നെ ചോറ് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അടുത്ത പരാതി. പിന്നെ കേരളത്തിലൊരു ഭക്ഷണക്രമം ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ ഒരു കടിയും, ഒരു 9-10 മണിയുടെ ഇടയിൽ നമ്മളൊക്കെ പണ്ട് കഞ്ഞി കുടിച്ചോന്ന് ചോദിക്കുക, ആ കഞ്ഞി കുടിക്കേണ്ട പ്രായം ആ സമയം. പിന്നെ അത് കഴിഞ്ഞാൽ ഉച്ചക്ക്, പിന്നെ അത് കഴിയുമ്പോഴേക്ക് സ്കൂളിട്ട് വരുമ്പോഴേക്ക് 4 മണിക്ക് എന്തെങ്കിലും ചായ.
ഇതില്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടി എന്ത് കഴിച്ചോ ഇല്ലേ എന്നുള്ളത് അതൊരു കണക്കിൽ പെടില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കുട്ടികൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം പൊതുവെ തടിയൊക്കെ കുറച്ച് മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ അവർ ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല. അപ്പം അങ്ങോട്ട് പറഞ്ഞ് എത്രയും കഴിക്കുന്നില്ല. അപ്പം ഈ ഭക്ഷണവും കുട്ടിയുടെ ആരോഗ്യവും അല്ലെങ്കിൽ കുട്ടിയുടെ തടി പിന്നെ മെലിയുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിർദ്ദേശം? അല്ല, നമ്മൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അസുഖം ഇല്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ. അല്ലെ തടിയോ അല്ലെങ്കിൽ വണ്ണുള്ളതോ വണ്ണില്ലാത്തതോ അല്ല ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മളൊരു അസുഖം ഇല്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്ന് പറഞ്ഞത്. അപ്പം ഒരു അസുഖം ഇല്ലാത്ത അവസ്ഥയിൽ കുട്ടി മെലിഞ്ഞതാണോ തടിച്ചുള്ളതാണോ എന്നുള്ളത് വിഷയമല്ലത്. കാരണം അവരിപ്പോൾ അവരുടെ പാരൻസ് മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാച്ചുറൽ ജനറ്റിക് ആയിട്ട് അവർക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ചില കുട്ടികൾ എത്ര കഴിച്ചാലും ആ തടിയേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു അസുഖമില്ലാത്ത അവസ്ഥയാണ്. ഒരു അസുഖമില്ലാത്തിരുന്നാൽ മതി. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പനികൾ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ അതിലൊരു നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. തടിയിലോ വണ്ണത്തിലോ ഉള്ള കാര്യം ആരോഗ്യം എന്ന് പറയുന്നത്. മനസ്സിലായി? നമുക്കിവിടെ ഷബന എന്ന് പറഞ്ഞൊരു ശ്രോതാവിൻ്റെ ഒരു ചോദ്യമുണ്ട്. എൻ്റെ മോൾക്ക് 12 വയസ്സായിട്ടുണ്ട്. ബർത്ത് വെയ്റ്റ് 3700 ഇപ്പോൾ 24 kg ആണ് വെയ്റ്റ് കുട്ടിക്കുള്ളത്, 12 വയസ്സ്. അൽഹംദുലില്ലാ മോൾക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല, നല്ലവണ്ണം മെലിഞ്ഞിട്ടാണുള്ളത്. അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നുമുണ്ട്. ഈ വെയ്റ്റ് നോർമലാണോ എന്നാണ് അവർക്കറിയേണ്ടത്. അല്ല, വെയിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 6+7 ഒരു കണക്കുണ്ടായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ്. അപ്പോൾ അത് എത്ര വയസ്സ്? 12 വയസ്സ്. 12 വയസ്സ് 24 കിലോ വെയിറ്റേ ഉള്ളൂ. അപ്പോൾ ലേശം കുറവാണ്. ആക്ച്വലി അവരുടെ പ്രായത്തിനനുസരിച്ച് കുറച്ച് കുറവാണ്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മൾ കൺസേൺ ആവേണ്ട കാര്യങ്ങളൊന്നും ഇല്ലതില്ല. ആവശ്യത്തിനുള്ള തൂക്കം ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള തൂക്കം നല്ല ലേശം കുറവെന്നുള്ളൂ. അതിൽ ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നും ഇല്ലത്. അപ്പോൾ വെയിറ്റ് കൂട്ടാനുള്ള മരുന്നുകളൊന്നും കൊടുക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലത്. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോഴേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു അവനവൻ്റെ തടിയിലേക്ക് ശരീരത്തിലേക്ക് നോക്കാനൊരു പ്രായമാകുന്ന ഒരു 10 വയസ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 4ാം ക്ലാസ് 5ാം ക്ലാസ് ആകുമ്പോഴേക്കും തന്നെ കുട്ടികൾ അവരുടെ സൗന്ദര്യബോധം, ആരോഗ്യബോധം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റുള്ളതൊക്കെ ശരിക്കും ഏതെങ്കിലും ഒരാളെങ്കിലും അവരെന്തെങ്കിലും മോഡലാക്കിയിട്ടുണ്ടാവും. അപ്പം അവർക്ക് തടി ആവാൻ താല്പര്യം ഉണ്ടാവില്ല, സ്ലിം ആവാനായിരിക്കും. പക്ഷേ രക്ഷിതാക്കൾക്ക് എന്താ തടിച്ച് കാണാത്തത്, മെലിഞ്ഞന്നെ ഇരിക്കണേ എന്നുള്ളതുകൊണ്ടുള്ള ഒരു ആവലാതി കൂടി ആയിരിക്കും. അപ്പം മെനക്കെട്ട് തടി കൂട്ടാനുള്ള പണി ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഇത് വന്ന് പറയുമ്പോൾ തന്നെ 2 പാരൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാരൻസ് അത് മെലിഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ നോക്കി നിങ്ങൾ ഈ തടിയല്ലേ ഉള്ളൂ, പിന്നെ കുട്ടികളെങ്ങനെ തടി വെക്കുക? നാജിയ കടമ്പഴിപ്പുറത്തുനിന്നൊരു ഒരു സംശയം ചോദിച്ചത്, 8 മാസം പ്രായമുള്ള കുട്ടിയുടെ ഫുഡ് ക്രമം എന്തായിരുന്നു? 8 മാസം ഫുഡിൽ നമുക്ക് യൂഷ്വലി കൊടുക്കുന്നത് നമുക്ക് പച്ചക്കറികൾ വേവിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പഴം പുഴുങ്ങിയിട്ട് ഉടച്ചിട്ട് കൊടുക്കാം. യൂഷ്വലി 6 മാസം മുതലെയാണ് നമ്മൾ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ, അതായത് കോറ അല്ലെങ്കിൽ റാഗി എന്ന് പറഞ്ഞത് അരച്ചിട്ട് പൊടിച്ചിട്ട് പലയിടത്തും പല പേരാണ്. അതെ 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 അതെ. തിരുവനന്തപുരത്ത് കുരവ് എന്ന് പറയാം, നമ്മളിവിടെ കോറ എന്ന് പറയും. ഇവിടെ പഞ്ഞപ്പുല്ല് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ. കടവത്തൂർ കണ്ണൂർ ഭാഗത്തേക്ക് നമ്മൾ ചോളാണ്ടി എന്ന് പറയും. എന്തായാലും അത് ശരിക്കും അതിൽ നിന്ന് അതൊരു ഭക്ഷണക്രമത്തിൽപ്പെട്ട നല്ല സാധനമാണ്. റിച്ച് ഇൻ അയണാണ്. ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ കോറ എന്ന് പറയുന്നത്. കോറയും നമ്മൾ സൂചി ഗോതമ്പും അത് അരിപ്പൊടിയൊക്കെ കുറുക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ വേണം പൊടിച്ച്, കാഷ്യൂ നട്ട്സ് അതൊക്കെ കുറച്ച് ഇതൊക്കെ കൂട്ടിയിട്ട് പൊടിച്ച് കുറുക്കാക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. അബ്ദുള്ള പാലക്കാട് എന്നൊരു മെസ്സേജ്, എൻ്റെ കുട്ടിക്ക് ERB പാൾസി ഇപ്പോൾ 2.5 വയസ്സായി. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട്. ഇതിൻ്റെ ചികിത്സ എന്താണ്? കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് കൂടെ അറിയാൻ വേണ്ടി ഞാൻ പറയാം. എപ്സാൽസി എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ നിന്ന് കയ്യിലോട്ട് പോകുന്ന ഞരമ്പിന് പ്രസവ സമയത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഇതാണത്, വീക്ക്നെസ്സാണ് ഈ പറയാം എപ്സ്പാൽസി എന്ന് പറയുന്നത്. അത് കയ്യിലെ ഞരമ്പുകൾക്ക് ഉണ്ടാകുന്ന വീക്ക്നെസ്സാണ്. അപ്പോൾ നമ്മളെ കയ്യിനെ ഈ മുട്ടിന് താഴോട്ട് നമുക്ക് പലപ്പോഴും 100% ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല ഈ വീക്ക്നെസ് കൊണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിനുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ ഫിസിയോതെറാപ്പിയാണ്. എനിക്ക് തോന്നുന്നു അവർ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പിയാണ്. പിന്നെ അതിൻ്റെ ലേറ്റർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഈ നമ്മളെ സർജറി ചെയ്തിട്ട് ശരിയാക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം സക്സസ് ആണെന്നുള്ളത് പേഷ്യൻറ്റിനെ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഏറ്റവും മെയിനായിട്ട് ആവശ്യമുള്ള തെറാപ്പിയാണ്, ഫിസിയോതെറാപ്പിയാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി വരും. കടമ്പഴിപ്പുറത്തുനിന്ന് തന്നെ മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്, അസ്ന. അസ്സലാമു അലൈക്കും. എൻ്റെ കുട്ടിക്ക് ജനിച്ചത് മുതൽ തന്നെ തൈറോയിഡ് ഉണ്ട്. ഇപ്പോൾ 2.5 വയസ്സായി. മരുന്ന് അന്ന് മുതൽ തന്നെ കൊടുക്കാൻ തുടങ്ങിയതാണ്. അത് എത്ര വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തരാമോ എന്ന്? എത്ര വയസ്സ് വരെ എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക. അതെ അതെ അതെ. ഇത് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. അതായത് നമ്മൾ സാധാരണ നമ്മളെ ശരീരത്തിന് വേണ്ട ഒരു ഹോർമോണാണ് തൈറോക്സ് എന്ന് പറയുന്നത്.
ഇത് ഈ കുട്ടിക്ക് കൺജനൈറ്റലായിട്ട് അല്ല ജന്മനാ തന്നെ ഈ തൈറോയ്ഡ് ഹോർമോൺ ഡെഫിഷ്യൻസി ഉണ്ട്. സാധാരണ ഇത് ബുദ്ധി വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ഹോർമോണാണ്. അത് ആ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് മിക്കവാറും അത് കണ്ടിന്യൂസ് ആയിട്ട് മിക്ക ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കഴിക്കേണ്ടി വരും. അത് ഇടയ്ക്ക് നമ്മളൊരു 6 മാസം കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ നോക്കിയിട്ട്, അതായത് T4 TSHൻ്റെ ഹോർമോണിൻ്റെ ലെവൽ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ഇത് ഡോസ് ആൾട്ടർ ചെയ്യാൻ പറ്റുന്നല്ലാതെ അത് മിക്കവാറും അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വേണ്ടി വരും. ശരിക്കും അതിൻ്റെ ഡെഫിഷ്യൻസി എന്താണ് ഒരു കുട്ടിയിൽ? ഒന്ന് ബുദ്ധിൻ്റെ പറഞ്ഞു, പിന്നെ വേറെ എന്തൊക്കെയാണ്? ആക്ടിവിറ്റി കുറയും, നമ്മൾ ഉഷാറാക്കുന്നത്. ഭയങ്കര ഡള്ളായിരിക്കും കുട്ടി, ചില വയറ്റിൽ നിന്ന് മോഷൻ പോവില്ല, പിന്നെ എത്ര ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുട്ടി ഇങ്ങനെ തടി വെച്ച് വരും. അപ്പോൾ അതിൻ്റെ ഒരു കോസ്. പിന്നെ സാധാരണ ചിരി കളി അതൊക്കെ കുറയും, ഭയങ്കര ഗ്ലൂമി ആയിരിക്കും. ശരി. ഈ ആക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ചില കുട്ടികളിലെങ്കിലും ചെറുപ്പത്തിലെ വികൃതി, വികൃതി പറഞ്ഞാൽ ഒരാളെ ആക്രമിക്കുക എന്നുള്ളതല്ല, അടങ്ങിയിരിക്കാത്ത സ്വഭാവം. അപ്പം പ്രത്യേകിച്ച് ഒരു KG ക്ലാസ് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലൊക്കെയുള്ള കുട്ടികൾ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്നത് ആ പ്രായം മുതൽ തന്നെ ഏകദേശം ഒരു 10-12 വയസ്സ് വരെ ഒന്നുകിൽ ആരുടെയെങ്കിലും സാധനങ്ങളെടുത്ത് അങ്ങോട്ട് എറിയുക, അടങ്ങിയിരിക്കാത്തൊരു പ്രകൃതമല്ല. ഇത് ശരിക്കും ഒരു രോഗം ആയിട്ട് നമ്മൾ കാണാറുണ്ടോ? അത് 2 ടൈപ്പ് ഉണ്ട്. അത് രോഗമായിട്ടുണ്ട്, രോഗമല്ലാത്തതുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതൊരു രോഗം തന്നെയാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരും. കാരണം വെച്ചാൽ അത് തീരെ അടങ്ങിയിരിക്കില്ല കുട്ടികൾ, അറ്റൻഷൻ ഉണ്ടാവില്ല. അത് തീരെ നമ്മൾ ക്ലാസ്സിലിരുന്നാൽ തന്നെ തീരെ ശ്രദ്ധിക്കില്ല. അത് അല്ലെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ല. അവരവരുടേതായ ലോകത്ത് കളിച്ച് മറിച്ച് ഭയങ്കര ബഹളമായിരിക്കും. തീരെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാത്ത സ്വഭാവമുണ്ട്. അത് ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതിന് ആ ഡിസോർഡറിന് ട്രീറ്റ്മെൻറ്റ്. എന്നാൽ ബുദ്ധിപരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ലോണം പഠിക്കും, പക്ഷേ അവരടങ്ങിയിരിക്കില്ല. അവർക്ക് വേണ്ടത് ടീച്ചർമാരൊക്കെ തന്നെ പ്രത്യേകിച്ച് പറയാറുണ്ട്, അവന് വേണ്ടതും പഠിക്കും, ബാക്കിയുള്ളവർ പഠിക്കാൻ സമയം. അത് കുട്ടികളുടെ നാച്ചുറലായിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ സ്വന്തം മാറിപ്പോകുന്നതാണ്. അതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അവന് ബുദ്ധിപരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ നല്ലത്. നൗഫൽ എന്ന് പറഞ്ഞ ശ്രോതാവ് ചോദിച്ചത്, കുട്ടികളിലെ ടോൺസിലൈറ്റിസ് മരുന്നിൽ മാറുമോ അതോ ഓപ്പറേഷൻ വേണ്ടി വരുമോ? ഇപ്പോൾ എല്ലാ ടോൺസിലൈറ്റിസിനും ഓപ്പറേഷൻ വേണ്ടി വരില്ല. ടോൺസിൽ തന്നെ നമുക്ക് ഫിസിയോളജിക്കലി ഉണ്ടാകുന്ന ഒരു അവയവമാണ്. നമ്മൾ തൊണ്ടയിലുണ്ടാകുന്ന 2 ലിംഫ് നോഡ്, നമ്മളെ ഒരു രോഗപ്രതിരോധ ശക്തിക്കും കൂടെ ഉണ്ടാകുന്ന ഒരു അവയവമാണത്. അതിനെന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ അത് ആവശ്യത്തിൽ കൂടുതൽ വലുതാവുകയും നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും വേദന ഉണ്ടാവും, പിന്നെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു സാധനം ടോൺസിൽ എന്ന് പറയും. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മളത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ടോൺസിലൈറ്റിസ് വരാൻ ഒന്നാമത് നമ്മൾ തണുപ്പുള്ള ഭക്ഷണം ഒഴിവാക്കുക, പിന്നെ എണ്ണിട്ടുള്ള ഗുളി, അങ്ങനെ മെയിനായിട്ട് ഭക്ഷണത്തിൽ കൊണ്ടുവന്ന ഒരു നമുക്ക് പരിധി വരെ ഇത് ടോൺസിലൈറ്റിസ് ഒഴിവാക്കാൻ സാധിക്കുന്നത്. തണുപ്പ് മാത്രമാണോ കൂടുതൽ ഭക്ഷണം? ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് തണുപ്പുള്ള ഭക്ഷണങ്ങളാണ്. അത് അവർ മുങ്ങിക്കുളിക്കുക, സ്പൈസി ഒന്നും പ്രശ്നമില്ല. പക്ഷെ തണുപ്പുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കി ടോൺസിലിനെ വലുതാക്കുന്നത്. അപ്പോൾ അത് വലുതാക്കുമ്പോൾ നമുക്ക് നാച്ചുറൽ വേദന ഉണ്ടാവും. അപ്പോൾ തുടക്കം കുറച്ച് നാളൊക്കെ നമുക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് പിടിച്ചു നിർത്താൻ സാധിക്കും, അല്ലെങ്കിൽ പ്രൊഫലാക്റ്റിക് ആൻറ്റിബയോട്ടിക് കൊടുക്കാം ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ടോൺസിലൈറ്റിസ് ശരിക്കും ആ ഒരു അസുഖം കുട്ടികളിൽ മാത്രം കാണുന്നതല്ലേ? കുട്ടികൾ വലിയവരും ഉണ്ടാവും. 25 ടോൺസിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഏർലി സ്റ്റേജ്, അതായത് ഈ ഒരു 20 വയസ്സിന് മേലുള്ള ആളുകൾക്കാണ് ടോൺസിലൈറ്റിസ് ഉണ്ടാകും. കുട്ടികൾക്കാണ് വീണ്ടും കൂടുതൽ ഉണ്ടാവുന്നത്. ഭക്ഷണം കൺട്രോൾ ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒരു പരിധി വരെയൊക്കെ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നടക്കാൻ പറ്റും. പിന്നെ അതും നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഈ വല്ലാതെ ടോൺസിൽ വലുതായിട്ട് നമുക്ക് കുട്ടികൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇത് വല്ലാതെ പ്രശ്നം ഉണ്ടാവുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. അതായത് പല്ല് പൊന്തും. കാരണം ഇത് കുട്ടികൾ വായ തുറന്നിട്ട് കിടന്നുറങ്ങുള്ളൂ. അപ്പോൾ ശ്വാസം വായിൽ കൂടെ വലിക്കുമ്പോൾ പല്ല് പൊന്തി വരും. പിന്നെ അതുപോലെ തന്നെ അത് കേൾവിയെ ബാധിക്കും. അത് ഇതുണ്ട് യൂസ്റ്റേഷൻ ട്യൂബ് എന്നിട്ടൊരു ടിക്കറ്റ്, അതായത് ചെവിയും മൂക്കും വായ്ക്ക് കൂടുന്ന ഒരു കണക്ഷൻ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യുമ്പോൾ ചെവിയെ ഇൻഫെക്ഷൻ വരും, ആ കേൾവിയെ ബാധിക്കും. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. സാരമായിട്ട് കാണേണ്ടതെന്നല്ല. അല്ല. വേറൊരു വളരെ പ്രസക്തമായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ചോദ്യം കൂടുതലും കാണുന്നതാണ്. എൻ്റെ ചോദിച്ചത് സെയ്തലവിയാണ്. എൻ്റെ മകന് 11 വയസ്സായി. എല്ലാ ദിവസവും രാത്രി ബെഡിൽ മൂത്രമൊഴിക്കുന്നു. എന്താണ് പരിഹാരം? അത് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കുറേ കുട്ടികൾക്കുണ്ടാകുന്ന കുറേ മാനസികമായിട്ട് പ്രശ്നങ്ങൾ കൊണ്ട് ഈ മൂത്രമൊഴിക്കാൻ സാധ്യതയുണ്ട്. വേറൊന്ന്, ഇതൊരു ട്രെയിനിങ് കൂടെയാണ്. ഇത് മൂത്രം ഒഴിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം,
ഇതിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, ഇതിനല്ലാതെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോട് പോണതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്ന മൂപ്പര് കുറേ ചെയ്ത് കാണുമായിരിക്കും. കാരണം ഒന്ന്, നമ്മൾ 8 മണിക്ക് ശേഷം വെള്ളം കൊടുക്കൽ കുറവാക്കുക, രാത്രി കിടക്കും. അതേമാതിരി നമ്മൾ കിടക്കുമ്പോൾ അവർ നേരത്തെ കൊടുന്ന് ഉറങ്ങി തന്നെ പാരൻസൊക്കെ ഉറങ്ങുന്നതിന് ചിലപ്പോൾ 9, 10, 11, 12 ആ സമയത്ത് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് മൂത്രമൊഴിപ്പിക്കുക. അതിൻ്റെ ഇടയിലും അവരെ എഴുന്നേൽപ്പിച്ചിട്ട് മൂത്രമൊഴിപ്പിക്കുക. അങ്ങനെ പിന്നെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, മൂത്രമൊഴിച്ചില്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുക. ഇതൊരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് ഈ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞത്. ഇത് ഫിസിയോളജിക്കൽ പ്രോബ്ലമാണത്. പത്തോളജിക്കലേക്കാളും കൂടുതലായിട്ട് വരുന്നത് ഒരു ഫിസിയോളജിക്കൽ ഒരു മാനസികമായിട്ടുള്ള പ്രശ്നമാണ് മൂത്രമൊഴിക്കുക. അപ്പോൾ അവർക്ക് റിവാർഡ് കൊടുക്കുക. അവർ പിറ്റേ ദിവസം രാവിലെ എനിക്ക് നീ മൂത്രമൊഴിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ആ മൂത്രമൊഴിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുകയോ അത് കളിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും അങ്ങനെയാണ് സംഭവിക്കുക. അത് കൂടി വരുള്ളത്. 11 വയസ്സ് 12 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് കുട്ടികൾ ചിന്തിക്കാൻ പ്രായമായി, അതെ, ഇപ്പോഴും നീ മൂത്രമൊഴിക്കണോ എന്നുള്ള ആ ഒരു ആക്ഷേപത്തിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും കൂടി വരുള്ളത്. അപ്പം അത് കുറേയൊക്കെ പിന്നെ ട്രീറ്റ്മെൻറ്റും ഉണ്ട് അതിനെക്കുറിച്ച്. അത് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ അവ നിർത്താനുള്ള ചെറിയ മരുന്നുകളൊക്കെ ഉണ്ട് അതിനുണ്ട്. ജമീല VP കാളിക്കാവ് ചോദിച്ചൊരു സംശയമുണ്ട്. മോളുടെ മോന് 2.5 വയസ്സായിട്ടുണ്ട്. ഈ ഏജിനിടയിൽ 3 പ്രാവശ്യം തക്കാളിപ്പനി ഉണ്ടായി. വായിലൊക്കെ മുറിവ് വന്നു, ഫുഡ് കഴിക്കാൻ പ്രയാസം വരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ അസുഖം പകർന്നു വരുന്നതാണോ അല്ലേ എന്നതാണ് ഡൗട്ട്. ഇതൊരു വൈറൽ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്, HFT എന്ന് പറയും, ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ്. അതായത് ഇതൊരു വൈറൽ അസുഖമാണ്. അത് യൂഷ്വലി ഇത് കാറ്റിലൂടെയൊക്കെ പകരുന്നൊരു അസുഖമാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. നമ്മൾ പനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വായിലും അതേമാതിരി പാദങ്ങളിലും ശരീരങ്ങളിലും ഒക്കെ ഇങ്ങനെ കുമിളകളായിട്ട് ചെറിയ, നമ്മൾ ചിക്കൻ ബോക്സ് പോലെ തന്നെ അതന്നെ തക്കാളിച്ചൊള്ളാന്ന് ഇവിടെ പറയും, അല്ലെങ്കിൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണ്. അത് നമ്മൾ കൺസേൺ കാര്യമല്ല. വല്ലാതെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കലാമിൻ ലോഷൻ അങ്ങനത്തെ ലോഷനൊക്കെ പുരട്ടിയിട്ട് ഇത് പകരുന്നതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ പകരുന്ന അസുഖമാണ്. ഏതായാലും സമകാലികത്തിൻ്റെ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. അത്രയും ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു ഒറ്റ കാര്യം കൂടെ നമ്മൾ ഇപ്പോൾ 2 വയസ്സ് ഒരു സാഹിറയാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഇയേഴ്സ് ബേബിയാണ്. സംസാരത്തെക്കുറിച്ച് പറയുമോ? അതായത് എനിക്ക് തോന്നുന്നത് ഒരു 2 വയസ്സായിട്ടും സംസാരിക്കാത്ത പ്രശ്നമാണോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുക, അതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. സംസാരത്തെക്കുറിച്ച് പറയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സംസാരത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം അവരുടെ ഡെവലപ്മെൻറ്റ്, സ്പീച്ച് ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് തന്നെ നമ്മൾ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം ആകുമ്പോൾ തന്നെ കുട്ടി ബാബ എന്നൊക്കെ പറയും. പിന്നെ ഒരു വയസ്സാകുമ്പോഴത്തേനും ഇപ്പ, അങ്ങനെ 2 അക്ഷരങ്ങളുള്ള വാക്കുകൾ പറയും, ഇപ്പ അമ്മ എന്നൊക്കെ പറയും. പിന്നെ 2 വയസ്സാകുമ്പോൾ 2 വാക്കുള്ള സെൻറ്റൻസ് പറയും. അങ്ങനെ ആണ് അത് പോകുന്നത്. 2 വയസ്സാകുമ്പോഴാണ് സെൻറ്റൻസിലേക്ക് സിംഗിൾ സെൻറ്റൻസ്, അതായത് ഞാൻ പോയി, ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്. കൂടുതൽ കേട്ട് തുടങ്ങുന്ന വാക്കുകളായിരിക്കും പറയുന്നത്. പിന്നെ അത് ഡിലേ വരുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, അവരൊരു ഫ്ലാറ്റിൽ സിംഗിൾ പാരൻറ്റും അതേമാതിരി അവരോട് മാത്രം ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, വാപ്പ പോയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യാതൊരു ഇതുമില്ല. അവർ ആകെ പുറത്തു പോകുന്നത് ഈ വെള്ളിയാഴ്ചകളിൽ മാത്രമേ പാർക്കിൽ പോയി തിരിച്ചത്. അങ്ങനെ കുട്ടികൾക്ക് സ്പീച്ച് ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പറയുന്നതെന്ന് വെച്ചാൽ കേട്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ എത്രത്തോളം കുട്ടികൾ കൂടെ ഇൻട്രാക്ട് ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കുട്ടികൾ നേരത്തെ തന്നെ സ്പീച്ച് ഡെവലപ്പ് ചെയ്യും. അഡിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡിനോയിഡ് നേരത്തെ ഞാൻ ടോൺസിൽ എന്ന് പറഞ്ഞല്ലോ. ടോൺസിൽ തന്നെ നമ്മളെ തൊണ്ടയിലെ 2 ഭാഗങ്ങളിലും കാണുന്ന 2 പ്രൊട്ടക്റ്റീവ് ലിംഫ് നോഡ്സ് ഉണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഏറ്റവും വലിയ, അതായത് നമ്മൾ പറയുമ്പോൾ മൂക്കിൻ്റെ ഈ മൂക്ക് നമ്മൾ വായിലോട്ട് തുറക്കുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ ഒരു ലിംഫ് നോഡ് ഉണ്ട്. അതാണ് അഡിനോയിഡ് എന്ന് പറയുന്നത്. യൂഷ്വലി ഇത് 3ഉം ഇന്റർ കണക്റ്റഡ് ആണ്. ഈ അഡിനോയിഡ്, ഈ 2 ടോൺസിൽ, 2 സൈഡിലെ ടോൺസിലും ഈ മേലെയുള്ള ഈ അഡിനോയിഡും ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ടോൺസിൽ ഇൻഫെക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി അത് ഈ അഡിനോയിഡും കൂടെ വലുതാവാൻ സാധ്യതയുണ്ട്. അഡിനോയിഡ് വലുതാവുമ്പോൾ നമുക്ക് നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. കാരണം ഈ 2 മൂക്കുകളുടെ ദ്വാരങ്ങൾ ചെന്നെത്തുന്നത് ഈ അഡിനോയിഡിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഈ അഡിനോയിഡ് വലുതാവുമ്പോൾ മൂക്കിലൂടെ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസം ഉണ്ടാവും. ഈ ദശ എന്ന് പറയുന്നത് അതല്ല, ദശ ഡിഫറെൻ്റ് ആണ്. ദശ പോളിപ്പ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ മൂക്ക് ഇങ്ങനെ പൊന്തിക്കുമ്പോൾ നോക്കി മൂക്കിൻ്റെ ഉള്ളിൽ 2 ഭാഗത്തു നിന്നും വരുന്ന ദശ ഒരു കുട്ടികളിൽ ഇപ്പം കൂടുതലായിട്ട് കണ്ടുപിടുന്നത് അതുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഈ ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഈ ദശയുണ്ടാവും. ഓക്കെ. എന്തായാലും പിന്നെ എനിക്ക് തോന്നുന്നേ കുട്ടികളുടെ ഈ പ്രതിരോധ കുത്തിവയ്പ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ അടുത്ത് തന്നെ എൻ്റെ കുട്ടിക്ക് ഒരാൾ സംസാരിച്ചപ്പം ഞാൻ പ്രതിരോധം നൽകാറില്ല, അതെന്നെ പ്രശ്നമാണ്, നമ്മൾ കൊടുത്തിട്ട് തന്നെ പിന്നെ എൻ്റെ ഒരു കുടുംബത്തിലാർക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലർക്ക് എനിക്ക് തോന്നുന്നു മുമ്പത്തെ അത്ര ഇല്ല, എന്നാലും പൊതുവെ ചില ആളുകൾ അങ്ങനെ പറയാം. അതിനെക്കുറിച്ച് എന്താണെന്ന് പറയാം.
എനിക്ക് തോന്നുന്നു ഈ പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് മാത്രമായിട്ടൊരു സെഷൻ നടത്തായിരിക്കും നല്ലത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെ കുറിച്ചിട്ട്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ അതിനെ കുറിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അത് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ ഈ വാക്സിനേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 20 to 30% ആയിരുന്നു. പക്ഷെ അത് അവിടെ ആയിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ ഒരു 60% ഒക്കെ വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് അതിനെ കുറിച്ചിട്ട്. എനിക്കൊന്ന് നമുക്കൊരു അതിന് മാത്രമായിട്ടൊരു കുട്ടികളെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആകുമ്പോഴേ പ്രത്യേകിച്ച് സാറിന് അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. രക്ഷിതാക്കൾക്ക് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, കുട്ടികൾ മാത്രമല്ലല്ലോ. അപ്പം സാറെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കൾ കൂടി അങ്ങനെയുള്ളൊരു കമ്പൈനായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും ഉണ്ടാവും. കുട്ടികൾ അവരാണല്ലോ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും രക്ഷിതാക്കൾക്കും കുറേ ചോദിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സമകാലികൻ ടൈം നമുക്ക് ഒരു പരിമിതമുള്ള സമയമാണ്. എങ്കിലും ഇഷ്ടംപോലെ ആളുകൾ ഇനിയും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ അറിയാനും നമുക്കുണ്ട്. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചു. അതായത് ഏറ്റവും വലിയ പ്രശ്നം കഫക്കെട്ടാണ്. ഈ കഫക്കെട്ട് ശരിക്ക് അതിനെക്കുറിച്ചൊന്ന്, കുട്ടിക്ക് കഫക്കെട്ട് എന്നും ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് കഫക്കെട്ടിന് ചികിത്സിക്കാനേ സമയം ഉണ്ടാവാറുള്ളൂ. ശരിക്ക് എന്താണ് അതിലുള്ളൊരു ശ്രദ്ധിക്കേണ്ടത്? ഈ കഫക്കെട്ടില്ലായിരിക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം? എനിക്ക് തോന്നുന്നു ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് വരുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കേസുകൾ ഈ കഫക്കെട്ടായിരിക്കും. എനിക്ക് തോന്നുന്നു 80%. ഇപ്പോൾ നമ്മളെ അടുത്ത് ഇന്നൊരു 100 കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 80% ഈ കഫക്കെട്ടും പനിയായിട്ട് തന്നെ വരുന്നുണ്ട്. മനസ്സിലായില്ല. ഒന്നാമത് മെയിനായിട്ട് പ്രധാനമായിട്ട് ഒന്ന് വരുന്നത് ഈ മിക്കവാറും വരുന്ന കഫക്കെട്ടുകളൊക്കെ പകർച്ചകളാണ്. അതായത് നമ്മൾ പ്രതിരോധ ശക്തിയുടെ കുറവ് കൊണ്ട് വരുന്ന പകർച്ചകളാണ്. പിന്നെ മിക്കവാറും വരുന്നത് വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇപ്പം ഒരു സ്കൂളിൽ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ മിക്കവാറും അവിടെ ഉള്ള 5 പേര് ആബ്സെൻ്റ് ആയിരിക്കും ഈ പനി ഇതുകൊണ്ട്. അപ്പോൾ ഇത് വൈറൽ ഫീവേഴ്സ് എപ്പോഴും ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ കോണ്ടാക്ട്സ് ഒഴിവാക്കുക എന്നുള്ളത്. മിക്കവാറും വരുന്നത് മറ്റുള്ളവരിൽ നിന്ന് പകരുന്നതാണ്. അപ്പോൾ ഇതിന് പ്രധാനമായി ചെയ്യേണ്ടത് അത് കോണ്ടാക്ട്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത്രയും പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ കഫക്കെട്ടുകൾ അത് 1-2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ മാറിപ്പോകുന്നതാണ്. പക്ഷേ പാരൻസിൻ്റെ കൺസേൺ അവർക്കൊരു എപ്പോഴും ഒരു ബേജാറാണല്ലോ, എപ്പോഴും ടെൻഷനാണ് മക്കളെ കുറിച്ചിട്ട്. അവരെന്തെങ്കിലും ചെറുത് കാണുമ്പോൾ തന്നെ ഉടൻ തന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കും. പക്ഷെ അത് ചെറിയ ചിലപ്പോൾ 1-2 ദിവസം നമ്മൾ വീട്ടിൽ വെയിറ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ തന്നെ മാറിപ്പോകുന്നുണ്ട്. ശരി. അപ്പോൾ ഈ കഫക്കെട്ടിന് ശരിക്ക് ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് ആണല്ലോ. ആൻറ്റിബയോട്ടിക് എപ്പോഴും എല്ലായിടത്തും ആവശ്യം വരുന്നില്ല. കാരണം ഞാൻ പറയാം നേരത്തെ മിക്കവാറും ഒരു 90%, 80 to 90% വരുന്ന വൈറൽ ഇൻഫെക്ഷനാണ്. അതാണ് 1-2 ദിവസം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മാറിക്കൊണ്ട് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്, അതായത് പനിയായിരിക്കും, പനിയും ജലദോഷമാണ്. നമ്മൾ പനിയുടെയും ജലദോഷത്തിൻ്റെയും മരുന്ന് കൊടുത്താൽ തന്നെ ചിലപ്പോൾ ഒരു 3 ദിവസം മാറിപ്പോകും. അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണ്. കോണ്ടാക്ട്സുകൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഘടകം. അതെ. കാരണം പനി വന്നാൽ അല്ലെങ്കിൽ ഈ കഫക്കെട്ട് ഉണ്ടെങ്കിൽ ഇപ്പം സ്കൂള് മുടങ്ങുന്നു, അത് ചിലപ്പോൾ LKG പഠിക്കുന്ന കുട്ടിയായിരിക്കും, ഇന്ന് സ്കൂള് മുടങ്ങും, അപ്പോൾ എന്തെങ്കിലും കാണിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ അത് ആ കുട്ടിക്ക് മാത്രം ബാധിക്കുന്നതല്ല, മറ്റുള്ള കുട്ടികളിലേക്ക് എത്തും എന്നുള്ളൊരു മെയിനായിട്ട് വേണ്ട റെസ്റ്റാണ് ആവശ്യം. ആബ്സല്യൂട്ട് ബെഡ് റെസ്റ്റ്. നമ്മൾ വീട്ടിലാണ് ഒരു സിരുത്തിയ 1-2 ദിവസം ഇരുത്തിയാൽ ചിലപ്പോൾ അത് അസുഖം മാറും. നമ്മൾ സ്കൂളിൽ പോകേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ കോംപ്ലിക്കേഷനായിട്ട് അത് അടുത്താഴ്ച വേറെ ഒരാഴ്ച തന്നെ മുടങ്ങേണ്ടതായിട്ട് വരും. കഫക്കെട്ടുള്ള സമയത്ത് പാല് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ പശുവും പാല് കുടിക്കുന്നത് അത് കഫക്കെട്ടിന് കാരണമായിട്ടുണ്ടോ? ഡിപ്പെൻസ്. ചിലവർക്ക് ഈ കൗസ് മിൽക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ട്, അതായത് അതിൽ അലർജി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പാല് കൊടുക്കുന്ന പ്രശ്നങ്ങളോ. എല്ലാവരും പാല് കുടിച്ചുകൊണ്ട് കഫക്കെട്ട് വരണമെന്നൊന്നുമില്ലല്ലോ. ചില കുട്ടികൾക്ക് ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ചില കുട്ടികൾക്ക് പാല് കൊടുത്താൽ അലർജി ഉണ്ടാവും, അതുകൊണ്ട് അവർ കഫക്കെട്ട് വരും. അലർജൻസ് ആണുള്ളത് ഏറ്റവും കൂടുതൽ കഫക്കെട്ടാണ്. അലർജി കൊണ്ടാണ്. പൊടി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന പ്രശ്നം പൊടിയാണ്. അപ്പം അങ്ങനെയുള്ള ഒഴിവാക്കിയ ചിലർക്ക് മാറും, ചിലർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവസാനമായി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അവസാനം ഡോക്ടർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സഭയായിട്ട് കുറേ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ എന്താണ് ശ്രോതാക്കളോട് പറയാനുള്ളത്? ഒരു കുട്ടികളെ പരിചരിക്കുന്ന ഉമ്മമാർ ഇത് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. അല്ല, കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ ഓവർ കൺസേൺഡ് ആവേണ്ട കാര്യമില്ല കുട്ടികളെ കുറിച്ച്. അവർക്ക് പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, കാരണം അവർക്ക് വേണ്ടത് അവർ കഴിച്ചോളും. അങ്ങനെ നമ്മളൊരു ഗ്രാഫുണ്ട്, അത് ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞ്, ആ ഗ്രാഫിൻ്റെ ഏറ്റവും താഴോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മൾ ഒരു വെയിറ്റിനെ കുറിച്ച് കൺസേൺ ആവുന്ന കാര്യമുള്ളൂ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിച്ചോളും. നമ്മളെ ഇഷ്ടത്തിനല്ല അവർ കഴിക്കുന്നത്, അല്ല നമ്മളെ ടേസ്റ്റും അവരുടെ ടേസ്റ്റും വ്യത്യാസമുണ്ട്.
പിന്നെ ഇടയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അതായത് കുട്ടികൾ ഒരുപാട് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചാൽ പിന്നെ അതിന് വിശപ്പേ ഉണ്ടാവില്ല. ഈ ഇടയിൽ കഴിക്കുന്ന ചോക്ലേറ്റ്സുകളൊന്നും പാരൻസിൻ്റെ കണക്കിൽ പെടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അവർ കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവർ കഴിച്ച് അവൾ വളരട്ടെ. നമ്മൾ വല്ലാതെ അവരെ അടക്കി ഒതുക്കി എടുത്ത് നമുക്ക് വേണ്ട ഭക്ഷണങ്ങൾ മാത്രം കഴിപ്പിച്ചിട്ട് വളരാനൊന്നും സാധിക്കില്ല. അത് അതെ. അപ്പോൾ ഏതായിരുന്നാലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതല്ല. മക്കളെ ശ്രദ്ധിക്കൊണ്ട് വെച്ചാലോ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ കഴിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ഓടാനും ചാടാനും അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക, അങ്ങോട്ട് നോക്കാതിരിക്കുക, ആ ഒരു നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കുക. അതുപോലെ ഡോക്ടർ നേരത്തെ പറഞ്ഞ ചിട്ടുണ്ടാക്കിയെടുക്കുന്ന ഇപ്പം മൂത്രയിക്കുന്ന കാര്യത്തിൽ പറഞ്ഞ പോലും അതിൽ വലിയൊരു പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നു. രക്ഷിതാക്കളുടെ ശ്രദ്ധ തന്നെയാണ് കൂടുതലും കുട്ടികളുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ബുദ്ധി പ്രശ്നങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും വളരെ ഈ സമയം പോയത് സത്യത്തിൽ അറിഞ്ഞില്ല എന്നുള്ളതാണ്. കുട്ടികളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രതിരോധം അതുപോലെ മറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നമുക്കൊരു പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ സേവനം കിട്ടുന്ന ആയതുകൊണ്ട് നമുക്ക് സാറ് സമയത്തിനനുസരിച്ച് നമുക്ക് കാണാം. അപ്പോൾ വളരെ നന്ദിയുണ്ട് സാർ. ശരി, ഓക്കെ, അസ്സലാമു അലൈക്കും.